അങ്ങനെ മറിയയിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചു. എന്നാൽ ഈ കാലസമ്പൂർണത അബ്രാഹാം മുതൽ ക്രിസ്തുവിനോളമായിരുന്നു. ആ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി അയച്ചു. ആദം ദൈവകൽപ്പന ലംഘിച്ച് ദൈവകൃപയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി ദൈവം കെരൂബുകളെ തോട്ടത്തിലാക്കി. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം, ആ വാഗ്ദത്തം നിറവേറ്റേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ജനിപ്പിച്ച് അയച്ചു.